ഇതന്നെയാ വീടും തോന്നുന്നുണ്ട്. ആ ജൂബിയെ എന്നൊക്കെ ഓർമ്മ ഉണ്ടോ? ഉമ്മ നമുക്ക് വരാൻ തോന്നിയല്ലോ. എത്ര കാലായി ഞങ്ങളെ കണ്ടിട്ട്. ഇപ്പൊ കല്ലുമ്മലൊക്കെ തിരുമ്പാൻ പഠിച്ചില്ലേ? ഇവിടെ വാഷിംഗ് മെഷീനൊന്നുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ കല്ലുമ്മ തിരിഞ്ഞിരിക്കുക ശീലായി. ഞാൻ മോളെ അംഗനവാടിയിൽ കൊണ്ടാക്കിങ്ങാണ്ട് വന്ന് വേഗം തിരുമ്പാൻ നിന്നതേ. എന്നാലും നിങ്ങൾ വന്നല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റണില്ല. അംഗനവാടിയിലൊക്കെ പോകാനായിരിക്കും. വരിമ്മ, ഉള്ളിലേക്ക് ഇരിക്ക, വരി. എൻ്റെ ജൂബിയാനോട് എത്ര വട്ടം പറയാണ്ട് തിരുമ്പാളെ ഈ കൊട്ടയിലിടുന്നതിന് പകരം വാഷിംഗ് മെഷീനിലെങ്കിലും കൊണ്ടുപോയിട്ടൂടെ എനിക്ക്? നിങ്ങൾക്കാണ് കൊണ്ടുപോയി തിരുമ്പിയാ പോരെ. ഇനിയിപ്പൊ ഞാൻ പോയിങ്ങാണ്ട് വാഷിംഗ് മെഷീനിൽ ഇടായിട്ടാ. എനിക്ക് വേറെ വൈതാനും പഠിച്ചാനും ഒക്കെ ഉണ്ട്. വരിമ്മ, ഇരിക്കി, അവിടെ ഇരിക്കി. ആ ഇരിക്ക. ചായ കുടിച്ചോ? ഞാൻ ചായക്കടിയൊക്കെ കുടിച്ചിട്ടാ പോന്നിക്കണത്. എന്നാലും നിങ്ങൾ ആദ്യമായിട്ട് വരികയല്ലേ അമ്മ, ഒരു ഗ്ലാസ് ചായെങ്കിലും കുടിച്ച. ചായ ഇതിപ്പോ കട്ടൻ ചായ ഒക്കെ കുടിച്ചാൻ തുടങ്ങിയില്ലേ? എന്താണ് ജുബിയെ? ഇതെന്തമ്മ പാൽ ചായ? ഇപ്പൊ അതങ്ങോട്ട് കുടിച്ചോക്ക്. എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടല്ലത്. ഓർലിക്ക കൂട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാ പോരേന്ന്. ഞാനങ്ങനെ കുടിക്കുകയും ചെയ്ത്. എന്നാ കടി തിന്നൂടെ, അപ്പാൾക്ക് ഉണ്ടാക്കി തരാം. കടി എന്താ ഉള്ളത്? പുട്ടും നല്ല കടലക്കറി ഉണ്ട്. ചിക്കൻ കറി ഒന്നുമില്ല? ഇല്ല ജുബിയെ, എനിക്ക് വേണ്ട, തിന്നുണ്ട്. എന്താ മങ്ങളീ ആലോചിച്ചിരിക്കണേ? ഇത് ചായ കുടിച്ചോ? ചായക്കടി ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല രാവിലെ. പിന്നെ മോള് പിന്നെ അങ്ങനെ പോകുമല്ലോ. പിന്നെ ഇക്കാണെങ്കിലും പണി ഉണ്ടാവണീസം അങ്ങനെ പോകും. പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും ഉണ്ടാക്കലും കാട്ടിലൊന്നും ഇല്ല. ഞാൻ പിന്നെ ഉച്ചക്കൊക്കെ എന്താ വെച്ചാ ഉണ്ടാക്കാനും കാട്ടാനൊക്കെ നിൽക്കും. ചായക്കടി ഒന്നും ഉണ്ടാക്കലില്ലേക്കും. ഈ വീടെന്താ ഉണ്ടാക്കിയതോ അല്ലെ വാങ്ങിയതോ? ഈ വീട് ഞങ്ങള് സ്വന്തമായിട്ട് വാങ്ങിയല്ല. അവിടെ ഇപ്പൊ വാടകക്കാ നിക്കണത്. വാടകക്കല്ലേ, വീട് സ്ഥലമൊന്നും വാങ്ങിയിട്ടില്ല. അല്ല, ഇതിപ്പോ ഒന്നും ഇടലില്ലേ? സ്വർണ്ണൊന്നും ഇടലില്ല ഇപ്പൊ? ഒന്നും കാണാനല്ലല്ലോ മേത്ത്. സ്വർണ്ണൊക്കെ ആദ്യമൊക്കെ ഇട്ടീനി. പിന്നെ ഇക്കാക്ക് പണിയില്ലാതാകും, അങ്ങനത്തെ ഒക്കെ ഓരോരോ ഇത് വന്നുകാണ്ട് അങ്ങനെ ഓരോന്ന് പണയം വെച്ചും വിറ്റും അങ്ങനെയൊക്കെ അതിനകത്തൊക്കെ പോയി. വാടകയും കൊടുക്കണോ, ചെലവും എല്ലാം കൂടി ആകുമ്പോ വേറൊന്നും വാങ്ങാനും കാട്ടാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതാ പിന്നെ സ്വർണ്ണം കാര്യമൊന്നും. ഈ മോഡലാ വാങ്ങിയത് ഉമ്മ. എന്തേ ജുബിയെ? ഈ മോഡലല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴത്തെ മോഡൽ ഇതല്ല. ഈ മാല എനിക്ക് വേണ്ട, എനിക്കിത് മാറ്റണം. എന്നാ ഉപ്പ വന്നിട്ട് ഉപ്പൻ്റെ ഒപ്പം പോയിക്കോണ്ടി. ഉപ്പ വരുമ്പോ പറയട്ടോ, എനിക്ക് പോണത് മാറ്റണം. നിങ്ങൾക്കൊന്നും ഇപ്പോഴത്തെ മോഡൽ ഏതാന്നും അറിയില്ല. അന്നെ കൊറേ വിളിച്ചാല് പോരായിട്ടല്ലേ? നല്ലൊരു ഗോൾഡിന്റെ മാല എടുത്തൂടെ? പണ്ടത്തെ ഏതോ കാലത്തെ മോഡൽ എടുത്തു വന്നു. ജൂബി, അത് നല്ലതില്ല. ആ പെട്ടിയിൽ തന്നെ എടുത്തേച്ചളാ, ഉപ്പ വന്നിട്ട് മാറ്റാം.
വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ അമ്മ? എടി ജൂബിയ, ഇവിടെ ചോറും തോന്നും ആയില്ല, മനുഷ്യന് വിശന്നിട്ട് വെച്ച. ആയിക്കാ ചോറെടുക്ക. പിന്നെ ഇന്നാണ് ഉമ്മ വന്നതാണ്. എത്ര കാലത്തിന് ശേഷം, എത്ര കാലായി പറയണ്. ഉമ്മ വന്ന കണ്ടില്ലേ? കണ്ട്. നീ ഞാൻ അവിടെ സൽക്കരിച്ച് കുത്തിരിക്കാതെ, വർത്താനം പറഞ്ഞ് കുത്തിരിക്കാതെ എന്താ വെച്ചാൽ തിന്നാടുത്ത മനുഷ്യന് വിശന്നിട്ട് കണ്ണാണാൻ വെച്ച. ആരെങ്കിലും കിട്ടിയാണ്ട് വർത്താനം പറഞ്ഞിരുന്നോളൂ. ഒരു ചിന്തയില്ല ഇവിടെ എന്താ നടക്കണ്ടേന്നൊന്നും. അർജന്റ് പണിക്ക് പോകാണ്ടേന്, അതാ ഒന്നും കരുതലുണ്ട് വരണത്. അവിടുന്ന് ആരും പോരാനും സമ്മതിച്ചില്ലല്ലോ. പിന്നെ അതുമല്ല, അന്ന് എന്റെ അങ്ങനെ ഇറങ്ങിപ്പോയല്ലോ കല്യാണത്തിന്റെ തലേന്നല്ലേ. വാപ്പ പറഞ്ഞ വാക്കല്ലേ, അല്ല വാപ്പാനെ എനിക്കറിയില്ലേ. പറഞ്ഞ വാക്ക് പാലിച്ചാണല്ലോ. അതില് പിന്നെ ഒന്നും നോക്കിയില്ല. എന്റെ അനിയത്തിനെ പിടിച്ചാണ് കെട്ടിച്ചു കൊടുത്ത് അന്നത്തെ ദിവസം. ഓക്കിപ്പോ സുഖാട്ടോ. ഓള് സ്വന്തം വീടും കാര്യമൊക്കെ ഉണ്ടാക്കി. എന്താളും ജോലിക്കൊക്കെ പോയി. ഇപ്പൊ ഓക്ക് പള്ളിയിലുണ്ട്. അങ്ങനെയൊക്കെയാണ്. എനിക്കെല്ലാം കൊണ്ടും നല്ലൊരു ബന്ധുന്നത് വന്നത്. നല്ലൊരു കുട്ടിയാണത്. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്റെ വിധി ഇജായിട്ടുണ്ടാക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ, എനിക്ക് ഇവിടെ സുഖാണ്. ഞാൻ ഏതായാലും പോട്ടെ. വാപ്പൊന്നും അറിയാതെ വന്നിക്കണത്. ഇപ്പൊ അറിയാതെ പോന്നതേക്കാരല്ലേ. എന്നാലും നിങ്ങള് വന്നല്ലോ, അത് മതി. 4 കൊല്ലായില്ലേ, ഒന്ന് കാണാ വിചാരിച്ച് വന്നത്. ഞാൻ പോട്ടെ. നീ വരാണ്ടിട്ടമ്മ? നോക്കട്ടെ, എപ്പോഴും വരാൻ പറ്റൂലല്ലോ. ഞാൻ പോയി വരാം. ഞാനിന്റെ ഉമ്മ വന്നല്ലോ. ഉമ്മനോട് എനിക്ക് പറയാൻ പറ്റും എന്റെ അവസ്ഥ ഇവിടെ എന്താന്നുള്ളത്, കാരണം സ്വഭാവം എന്താന്നുള്ളത് പറയാൻ പറ്റും. കള്ളും കുടിച്ച് പൈസ ഒക്കെ കഴിഞ്ഞും തൊലിച്ച് നടക്കാണെന്നുള്ളത്. എനിക്ക് ഏത് നേരത്താ അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതൊപ്പം പോരാ. എങ്ങനെയാണ് ജീവിച്ചു പോണെന്നുള്ളത് ഉമ്മാനോട് പറയാൻ പറ്റും. എന്നിട്ട് കാര്യമില്ല, ഞാനായിട്ടുണ്ടാക്കിയതല്ല. ഞാൻ തന്നെയല്ല എനിക്ക് കാരണം. എല്ലാരെയും വെറുപ്പിച്ച് ഇയാളെ കൂടെ ഇറങ്ങി പോന്നിട്ടല്ലേ എന്റെ വീട്ടിൽ